ഇപ്പോൾ ഒഞ്ചിയം പഞ്ചായത്ത് ഭരിക്കുന്നതിന് പിന്നിൽ കോൺഗ്രസിൻ്റെ സഹായം ഉണ്ടായിട്ടില്ല. അല്ല, കോൺഗ്രസിൻ്റെ സഹായം അത് പാർട്ടി ആരെങ്കിലും വ്യക്തിപരമായിട്ട് വോട്ട് ചെയ്യുന്നതെന്നല്ലാതെ ഒരു തരത്തിലുള്ള ധാരണയോ ഇതോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 11 വാർഡുകളിൽ UDFന്റെ വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞിരുന്നു. സ്വാഭാവികമായും കോൺഗ്രസിന്റെ വോട്ട് അത് RMP കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, കോൺഗ്രസിൻ്റെ വോട്ട് RMP കിട്ടുന്നതോ ധാരണയാക്കിയിട്ട് മത്സരിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അവർ ചെയ്യുന്നതും ചിലപ്പം അവർക്ക് ഈ ഭരണം അനുസരിച്ച് ഞങ്ങൾ അധികാരത്തിൽ വരണം താല്പര്യമുള്ളതുകൊണ്ട് ആർക്കും വോട്ട് ചെയ്യാം. അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് അത് എല്ലാ സ്ഥലത്തും ചെയ്യുന്നതാണ്. അത് ഇവിടെ മാത്രമല്ല, CPM ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ആ രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. RMPയുടെ പാർട്ടിയും പരിപാടിയും TP ചന്ദ്രശേഖരനാണെന്നും അതിനപ്പുറം CPM വിരോധം എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ പരിപാടിയോ മുന്നോട്ട് വയ്ക്കാൻ RMPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുമാണ് CPMന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനം. എങ്ങനെ മറുപടി പറയും രമ? അത് അവർ അധികം വൈകാതെ അവർക്ക് അതിൻ്റെ മറുപടി കിട്ടും. അധികം വൈകാതെ അവരെന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കും. RMPയുടെ പാർട്ടി നയവും പരിപാടിയും അംഗീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ RMPയിലേക്ക് എത്തുന്നവർ CPMലെ ചില നേതാക്കളുടെ രീതികളും അവരുടെ പ്രതികരണങ്ങളിലുമുള്ള അതൃപ്തി മൂലമാണ് എന്നും ഒരു നിരീക്ഷണമുണ്ട്. അല്ല, അത്തരത്തിൽ അങ്ങനെ വരുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷേ അത് മാത്രമാണ് എന്ന് പറയുന്നത്, അതാണ് ശരി എന്ന് പറയുന്നതിന് ഞാൻ തയ്യാറല്ല. കാരണം വെച്ചാൽ ഞങ്ങൾ ചന്ദ്രശേഖരൻ ഉൾപ്പെടെ നേരത്തെ മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണത്താൽ CPM വിട്ടുവരുന്നവരെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടൊരു പ്രസ്ഥാനം ഉണ്ടാക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ട്. ഒരു ഇടതുപക്ഷ ബദൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പം CPMും അതുപോലെ ഇടതുപക്ഷ കക്ഷികളും സാധാരണക്കാരെ ജനങ്ങളുടെ പ്രശ്നങ്ങളോ ജീവിത പ്രശ്നങ്ങളോ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അത് പണക്കാരുടെയും സമ്പന്നരുടെയും വിഭാഗത്തിലേക്ക് മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് ബദലായിട്ട് ഇവിടെ ഒരു രാഷ്ട്രീയം, ജനകീയ രാഷ്ട്രീയം വളർന്നു വരണമെന്നും ആ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം. അത് വളരെ വ്യക്തമായിട്ട് ആ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഏതെങ്കിലും കാരണത്താൽ CPM വിട്ടു വരുന്നവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമാക്കി കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പല ഭാഗത്ത് ഇപ്പം മുണ്ടൂർ CPM വിട്ട് കഞ്ഞിക്കുഴി പ്രശ്നങ്ങളുണ്ടായി. അതുപോലെ തന്നെ ശെൽവരാജിന് നെയ്യാറ്റിൻകര പ്രശ്നമുണ്ടായി. ആ സമയത്തൊന്നും ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യാനോ അവരെ കൂട്ടിയോജിപ്പുകൊണ്ട് ഞങ്ങൾക്ക് CPM വിരുദ്ധ പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യമൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ വേണ്ടി വരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കുന്നൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയവുമായി യോജിച്ചു പോകാൻ കഴിയുന്ന ആളുകളെ മുഴുവൻ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആൾക്കാരെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ശക്തമായൊരു ഇടതുപക്ഷ ബദൽ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വലതുപക്ഷത്തിലേക്ക് പോകുന്ന ഇന്നത്തെ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു ഇടതുപക്ഷ ബദൽ കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക, കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയം അതാണ് ആവശ്യപ്പെടുന്നത്. ആ രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. TP ചന്ദ്രശേഖരനെ തിരിച്ച് CPMലേക്ക് കൊണ്ടുവരാനുള്ള പലതരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായിരുന്നു. അതിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിരുന്ന അഷ്റഫും പ്രദീപ് കുമാറും എല്ലാം തന്നെ മുൻകൈയെടുത്ത് ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം തന്നെ രമയ്ക്ക് അറിയാം. അല്ല, അത്തരത്തിൽ CPM നേതൃത്വത്തിന് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ചൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് ചർച്ച നടത്തേണ്ടിയിരുന്നത്. ഞങ്ങൾ അന്നും പറഞ്ഞു ഏതെങ്കിലും ഒരു മധ്യസ്ഥന്മാർ മുഖേന ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു പ്രശ്നമായിരുന്നില്ല ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത്. വളരെ വ്യക്തമായി തുറന്നൊരു രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത്. ആ തുറന്ന രാഷ്ട്രീയത്തിനെ അതേ രൂപത്തിൽ സമീപിക്കുകയായിരുന്നു CPM വേണ്ടത്. പക്ഷേ അതിന് CPM തയ്യാറായിരുന്നില്ല. അത്തരത്തിലല്ലാതെ പ്രദീപ് കുമാറും അഷ്റഫ് അതുപോലെ നിങ്ങൾ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ചന്ദ്രശേഖരൻ സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് അവർ സംസാരം നടത്തിയിട്ടുണ്ടാകുമല്ലാതെ അതൊരു ആധികാരികമായ സംഭാഷണമാണെന്നുള്ളതോ അല്ലെങ്കിൽ അതൊരു ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരം വന്ന ഒരു സംഭാഷണമായിരുന്നില്ല. അത്തരത്തിൽ ഒരു സംഭാഷണവും ഒഞ്ചിത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടാണ് നടത്തേണ്ടത്. ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം വന്നപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള സഖാവ് P ജയരാജൻ എല്ലാ ചാനൽ ചർച്ചകളിലും ഒക്കെ ഉന്നയിച്ചവർ കഴിഞ്ഞ് ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ മധ്യസ്ഥന്മാരെ മുഖേറ്റിട്ടുണ്ട്. ഏതോ ഒരു TT ശശീന്ദ്രനെയൊക്കെ അയച്ചിട്ടുണ്ട് എന്ന് പല ചാനൽ ചർച്ചകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരാണ് ഈ ശശീന്ദ്രൻ? ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ഒക്കെ വിളിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നമൊന്നുമല്ല ഞങ്ങൾ ഉന്നയിച്ചിരുന്നത്. അങ്ങനെ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് അത്തരത്തിലുള്ള പ്രശ്ന പരിഹാരത്തിന് തയ്യാറാവാൻ അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടത്. അത്തരത്തിൽ ഒരു വിഷയവും ഒഞ്ചിയം കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. TPയെ പാർട്ടിയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സം നിന്നത് ഒരു അദൃശ്യ ശക്തിയാണ് എന്ന് CPM നേതാക്കൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ആ അദൃശ്യ ശക്തി VS അച്യുതാനന്ദനാണെന്നും ആ VS അച്യുതാനന്ദൻ RMPയുടെ രക്ഷാകർതൃത്വം ഏറ്റെടുത്തിട്ടുണ്ടെന്നും RMPയുടെ വളർച്ചയ്ക്ക് അദൃശ്യമായി അദ്ദേഹം പിന്തുണ നൽകുന്നുണ്ടെന്നും ഉള്ള ആരോപണവും നിരീക്ഷണവുമുണ്ട്. VS എന്താണ് RMPക്ക്? VS RMPക്കൊന്നുമല്ല.
ഞങ്ങൾ പക്ഷേ നേരത്തെ CPM-ലുള്ള സമയത്തിന് VS ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയമാണ് ഞങ്ങൾ ആ CPM-ലുള്ള സമയത്തും ഉയർത്തിപ്പിടിച്ചത്. അതിനുശേഷവും VS-ൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. അല്ലാതെ VS-ഉമായിട്ട് ഞങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ഇപ്പോഴും VS CPM-നകത്ത് തന്നെയാണ് നിലനിൽക്കുന്നത്. പിന്നെ CPM നടത്തുന്ന പ്രചരണം അവർ വളരെ തന്ത്രപൂർവ്വം നേരിട്ട് VS-നോട് ഏറ്റെടുക്കാതെ വളരെ ഈ രൂപത്തിൽ ഒളിയമ്പ് വെച്ചുകൊണ്ട് VS-നെതിരായിട്ടുള്ള പ്രചരണം നടത്തുന്നത് അത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. അദൃശ്യശക്തി VS ആണ് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് തുറന്നു പറഞ്ഞുകൂടാ VS ആണ് ഇവർക്ക് ബന്ധം എന്നുള്ളത്? പിന്നെ ഏതൊരു അദൃശ്യ ശക്തിൻ്റെ കാരണം പറയേണ്ടത് ആവശ്യമുണ്ടോ? ഞങ്ങൾ VS-ഉമായിട്ട് നേരത്തെ ഇപ്പം VS CPM-നകത്തുള്ള ഒരാളായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ ഒരു ബദൽ ഇടത് രാഷ്ട്രീയം എന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ TP ചന്ദ്രശേഖരൻ കാണിച്ച തൻ്റെ ഇടം നേരത്തെ കാണിക്കേണ്ട വ്യക്തിയല്ലേ VS? അത് VS തീരുമാനിക്കേണ്ടതാണ്. VS നേരത്തെ തീരുമാനിക്കേണ്ടതും അല്ലെങ്കിൽ VS തീരുമാനിക്കേണ്ട ഒരു രാഷ്ട്രീയ വിഷയമാണ്. അത് VS-ന് തീരുമാനിക്കാം. അതിന് അഭിപ്രായം പറയാൻ ഞങ്ങൾ തയ്യാറല്ല. CPM-ൻ്റെ മുതിർന്ന നേതാക്കളോടുള്ളതിനേക്കാൾ ബഹുമാനം VS ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തോടും VS അച്യുതാനന്ദൻ എന്ന വ്യക്തിയോടും രാഷ്ട്രീയ നേതാവിനോടും KK രമയ്ക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വെച്ചാൽ VS-ൻ്റെ രാഷ്ട്രീയം നേരത്തെ എനിക്ക് VS-ൻ്റെ രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തമായിട്ട് ആകർഷിച്ച ഒരാളാണ് ഞാൻ. ഈ കാര്യങ്ങൾ നേരത്തെ പഠിക്കുന്ന സമയത്ത് സഭയിലൊക്കെ സമയത്ത് തന്നെ VS-ൻ്റെ ആശയങ്ങളോട് ഒരുപാട് യോജിപ്പുള്ള വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് VS-ൻ്റെ ആശയങ്ങളുമായിട്ട് VS-ൻ്റെ രാഷ്ട്രീയ എന്ന ആശയത്തിൽ ഊന്നിയാണ് RMP പ്രവർത്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും CPM-ൽ ഉൾപ്പെട്ടിട്ടുള്ള ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ VS അച്യുതാനന്ദൻ്റെ ധാർമ്മികമായ പിന്തുണ RMPക്ക് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. VS ഇപ്പോൾ CPM-നകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ പുറത്ത് പറയുന്നത്. ഇപ്പം VS പല കാര്യങ്ങളും പരസ്യമായിട്ട് പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. VS-നെ ആ പാർട്ടികളിൽ നിന്ന് ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും നടപടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പം VS എത്തിയിരിക്കുന്നത്. ശരിക്കും VS എനിക്ക് തോന്നുന്നു ആ പാർട്ടിയിൽ ഒറ്റയാൻ പോരാട്ടം നടത്തുകയാണ്. എത്ര കാലം അദ്ദേഹത്തിന് തുറന്നു കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഭൂരിപക്ഷം മുഴുവൻ CPM ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു ജനനായകന്, ഈ ഒരു വിപ്ലവ നേതാവിന് എത്രമാത്രം തങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ആദർശവുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും ഈ പ്രസ്ഥാനത്തിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെങ്കിൽ എന്നിട്ടും VS-നെതിരെ ഒന്നും ചെയ്യാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നില്ല. ഇത്രയും പരസ്യമായിട്ട് ഒരു പാർട്ടിക്കെതിരെ പറയുന്ന ആളുകളെ എത്രയോ നേരത്തെയുള്ളൊരു പാർട്ടിയാണെങ്കിൽ എത്രയോ മുന്നേ നടപടി എടുക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും നടപടിയെടുക്കാതെ VS അതിനുള്ളിൽ നിൽക്കുന്നുണ്ട് എന്നതിൽ തീർച്ചയായിട്ടും VS-ന് ആ പാർട്ടിക്കുള്ളിൽ VS പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പാർട്ടിക്കുൾപ്പെടെ വളരെ വ്യക്തമായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. RMPക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന്, കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന്, അത് ധാർമ്മിക അടിസ്ഥാനത്തിലുള്ളതാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിധി വന്ന ശേഷം അല്ലെങ്കിൽ രമ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നതിന് ശേഷവും RMP ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് ഈ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ എന്താണ് RMP ലക്ഷ്യം വയ്ക്കുന്ന രാഷ്ട്രീയ ഭാവി? ഇനി എങ്ങനെയാണ് RMP പ്രവർത്തിക്കാൻ പോകുന്നത്? അല്ല, കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള കാലത്ത് നിന്നുണ്ടാകുന്ന ഒരു ധാർമ്മിക സപ്പോർട്ട് എന്ന് നിങ്ങൾ പറയുന്നത് ഈ ഇപ്പം സഖാവ് ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഈ രൂപത്തിലേക്ക് ഈ ഒരു ഇതുണ്ടായത്. ഞങ്ങളതിനെ 2008 മുതൽക്ക് ഇവിടെ ഈ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജനങ്ങളെ പിന്നെ ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരികയാണെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോകാൻ വേണ്ടി തയ്യാറല്ല. ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ രാഷ്ട്രീയം പ്രഖ്യാപിച്ചതാണ്. ആ രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തി ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ശരിക്കും ഞാൻ നേരത്തെ പല മാധ്യമങ്ങളോടും പറഞ്ഞൊരു കാര്യമാണ്. ശരിക്കും 2008 ഞങ്ങൾ പുറത്തിറങ്ങി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ വേണ്ട രൂപത്തിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു പ്രാധാന്യം കൊടുത്ത് പിന്നെ ആ ഒരു ആശയത്തെ മുന്നോട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. ഉണ്ടെങ്കിൽ ഒരു പക്ഷേ സഖാവ് ചന്ദ്രശേഖരൻ്റെ ഉൾപ്പെടെ കൊലപാതകം നടക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു പ്രദേശത്തുള്ളൊരു ചെറിയൊരു ഇതാണ് എന്നുള്ളത് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടത് സഖാവിൻ്റെ കൊലപാതകത്തിന് ശേഷമാണ് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഞങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ച ആ ഒരു രാഷ്ട്രീയവുമായിട്ട് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകും. അത് അപ്പോൾ കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രദേശങ്ങളും വളരെ ശക്തമായ പ്രവർത്തനമാണ് ഇപ്പം RMPയുടെ പ്രവർത്തനമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് തൊട്ടടുത്ത് അധികം വൈകാതെ തന്നെ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ട് RMP വരുന്ന ഒരവസ്ഥ അധികം വിദൂരത്തല്ലാതെ വരും എന്ന കാഴ്ച ഒരു സംശയവുമില്ല. ആ രൂപത്തിലേക്ക് RMP വളർന്നു വരാൻ വേണ്ടി പോവുകയാണ്. TP ചന്ദ്രശേഖരൻ്റെ പാതയിൽ RMPയെ നയിക്കാൻ, നേതൃത്വ നിരയിലേക്ക് വരാൻ, അതിൻ്റെ ചുക്കാൻ പിടിക്കാൻ KK രമ തയ്യാറായി കഴിഞ്ഞു? അല്ല, അങ്ങനെ നേതൃത്വ നിരയിലേക്ക്
വരിക എന്നുള്ളതൊന്നും ഞാൻ നേരത്തെ ആലോചിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമല്ല. പക്ഷേ ഈ RMP പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നും ഉണ്ടാവും എന്നുള്ളതാണ് നേരത്തെ പറയുന്നത്. ആ പ്രവർത്തനവുമായിട്ട് ഞാൻ ഇന്നും പോകും. നേതൃത്വത്തിലേക്ക് വരാനൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇതിൻ്റെ നേതൃത്വമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇല്ല, നേതൃത്വ നിരയിലേക്കൊന്നും ഞാൻ ഉണ്ടാവുന്നില്ല. പക്ഷേ അതിൻ്റെ പ്രവർത്തനമായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. ഈ ഒരു ബദൽ ഇടത് രാഷ്ട്രീയത്തിന് തിരഞ്ഞെടുപ്പ് സമയത്ത്, തിരഞ്ഞെടുപ്പ് കാലത്ത്, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്ത് ചലനമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുക? എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇനി വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അടുത്ത ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ RMPയുടെ പ്രവർത്തനം വളർച്ചയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. CPIനുള്ള വോട്ട് മാറ്റിക്കുത്തുക എന്നതിനപ്പുറം അല്ല, CPMലുള്ള വോട്ട് മാറ്റിക്കുത്തുക മാത്രമല്ല, ഈ UDF ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ഭരണവും ഒരു തരത്തിലുള്ള ഇതും ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയവും അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യശത്രു എന്ന രൂപത്തിൽ തന്നെ കോൺഗ്രസിനെതിരായിട്ടും UDFനെതിരായിട്ടുമാണ്, വലതുപക്ഷത്തിനെതിരായിട്ടാണ്. ആ രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായുള്ള ഒരു ആശയ പ്രചാരണത്തിന് വേണ്ടി ഒരു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സമരങ്ങൾ നടത്താനോ പ്രക്ഷോഭങ്ങൾ നടത്താനോ ആ തരത്തിൽ ഒരു രാഷ്ട്രീയ പരിപാടിയും രാഷ്ട്രീയ നീക്കവും RMPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലല്ലോ. എല്ലാ സമയത്തും TP ചന്ദ്രശേഖരൻ വധവും അതിന് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നു, അല്ലെങ്കിൽ CPIനെതിരായുള്ള നിലപാടെടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ മാനം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണത്? അത് നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു വർഷത്തിലടയ്ക്കാണ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധയും കാര്യങ്ങളും അതിലേക്ക് പോയത് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നതിന് ശേഷമാണ്. പക്ഷേ 2008 മുതൽ ഞങ്ങൾ ജനകീയമായ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ കൂടെ ജനങ്ങളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരപാതയിൽ തന്നെയായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. ഒരു ഉദാഹരണത്തിന് ചന്ദ്രശേഖരൻ എനിക്കറിയാം, പാലിയേക്കര ടോൾ പിരിവിനെതിരെ നിരന്തരമായിട്ടുള്ള സമരത്തിലേർപ്പെട്ടിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊന്നും മാധ്യമങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെയും ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെയും പോയത് ഞങ്ങളൊരു വലിയ പ്രസ്ഥാനമല്ല, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രസ്ഥാനമായ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നതുകൊണ്ടാണ്. പക്ഷേ ഏറ്റവും വലിയ സമരം ആ രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആ സമയത്ത് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയപാത സ്വകാര്യവൽക്കരിക്കുന്നതിനായിട്ടുള്ള സമരങ്ങൾ, ജനങ്ങളുടെ കുടിയിറക്കുന്നതിനായിട്ടുള്ള സമരങ്ങളൊക്കെ ഈ ഒഞ്ചിയം പ്രദേശത്തും മറ്റ് പല പ്രദേശങ്ങളും വളരെ ശക്തമായ രൂപത്തിലേക്ക് നടന്നിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇനിയും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ അതിവേഗ റെയിലിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്, അതിലൊക്കെ ഏറ്റവും ശക്തമായ രൂപത്തിൽ RMPയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള സമരങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ജനകീയ പ്രശ്നങ്ങളേറ്റവും ജനങ്ങളുടെ സമരത്തിൻ്റെ കൂടെയും ഞങ്ങൾ നേരത്തെയുണ്ട്, ഇനിയും ഉണ്ടാകും. അത് തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും. VS പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയവും ആശയവും നയവും നിലപാടും ഉള്ളവർക്ക് ഇനി RMPയിലേക്ക് വരാം എന്നാണോ? അതോ ആ രാഷ്ട്രീയ നിലപാടുകൾക്കും നയങ്ങൾക്കും CPIൽ അംഗീകാരം കിട്ടിയാൽ RMPക്കാർക്ക് തിരിച്ച് ആ പാർട്ടിയിലേക്ക് പോകാമെന്നാണോ? ഏതാണ് രമ കരുതുന്നത്? അല്ല, VSൻ്റെ രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകൾ ഇങ്ങോട്ട് വരണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ആളുകൾ, ഞങ്ങളെ രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ ആ രാഷ്ട്രീയവുമായിട്ട് സഹകരിക്കാൻ കഴിയുന്ന ആളുകൾ മുഴുവൻ ഞങ്ങളോട് കൂടെ യോജിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിലേക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇതുവരെ രമ സംസാരിച്ചത് RMPക്ക് വേണ്ടി TP പ്രവർത്തിച്ചതും RMPയുടെ രാഷ്ട്രീയ നിലപാടുകളുമെല്ലാമാണ്. TPയുടെ നഷ്ടം ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു കുടുംബിനി എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു പോയ വർഷം? അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. അതങ്ങനെ ഒരു ചർച്ചയിലൊരു പറയാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ഒരാളോട് സംവദിക്കാൻ കഴിയുന്നതോ ഒരു കാര്യമല്ല. ആ ഒരു നഷ്ടം നന്ദി ഈ സംഭാഷണത്തിൽ.